السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ولما جاء أمرنا نجينا شعيبا والذين آمنوا معه برحمة منا وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين. ബഹുമാന്യരായ സഹോദരന്മാരെ, ഷുഐബ് നബിയെക്കുറിച്ചുള്ള പാഠങ്ങളാണ് ഇന്നത്തെ ചരിത്ര ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവാചകന്മാരെക്കുറിച്ചും നമുക്ക് കഥനം ചെയ്തു തരുമ്പോൾ ഓരോ വിശ്വാസികൾക്കും മൊത്തത്തിൽ ജനങ്ങൾക്കും അതിൽ വളരെയേറെ പാഠങ്ങൾ അവർക്ക് ലഭിക്കും. ഒരു പാഠവുമില്ലാത്ത ഒരു കഥയും അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയില്ല. ഷുഐബ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ ബ്രീഫായിട്ട് പ്രധാനമായി 2 സൂറത്തുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏകദേശം സാമ്യമുള്ള ആശയങ്ങളോടുകൂടി പ്രതിപാദിക്കുന്നത്. സൂറത്തുൽ അഅറാഫിലും സൂറത്ത് ഹൂദിലുമാണ്. സൂറത്ത് ശുഅറായിലും അതുപോലെ തന്നെ അങ്കബൂത്തിലാണെന്ന് തോന്നുന്നു ചെറിയ ചില പരാമർശങ്ങൾ, ഒരു വരിയിൽ ഒതുങ്ങുന്ന പരാമർശങ്ങൾ കാണാം. എന്നാൽ സൂറത്ത് ഹൂദിൽ, സൂറത്ത് അഅറാഫിലും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ഷുഐബ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെടുന്നത് മദിയൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമുക്ക് മദിയൻ എന്ന സ്ഥലം നമുക്ക് വളരെയേറെ പരിചയമുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിൻ്റെ കുടുംബത്തോട് ചെയ്ത ഒരു കയ്യബദ്ധം, അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടാൻ പോകുന്ന സമയത്ത് ഓടി രക്ഷപ്പെട്ട് ചെന്ന് എത്തിയത്, അവലംബിച്ചത് അല്ലെ അഭയം തേടിയ സ്ഥലം മദിയനാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ മദിയൻ സ്ഥലത്താണ് അവിടെ ഒരു ഷെയ്ഖുൻ കബീർ, അദ്ദേഹത്തിൻ്റെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഒരു വയസ്സായ ഒരു മനുഷ്യൻ, അത് ഷുഐബ് നബിയാണ് എന്ന് ചില പണ്ഡിതന്മാർ, ചില മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഷുഐബ് നബിയുടെ വിഭാഗത്തിൽപ്പെട്ട സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ പരമ്പരയിൽപ്പെട്ട കുടുംബക്കാരനായ ഒരാളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഷുഐബ് നബി അലൈഹിസ്സലാമിനെ നിയോഗിച്ച സ്ഥലം മദിയനാണ് എന്ന് പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് അഅറാഫിൽ അള്ളാഹു ആ ഭാഗം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? വ ഇലാ മദിയന അഖാഹും ശുഐബൻ, അവരുടെ സഹോദരനായ ശുഐബിനെ അവരിലേക്ക് അള്ളാഹു മദിയൻകാരികളിലേക്ക് നിയോഗിച്ചു. അഖാഹും ശുഐബൻ എന്ന് പറയുമ്പോൾ ആ നാട്ടുകാരൻ തന്നെയാണ്, പുതിയൊരാൾ പുറത്തുനിന്ന് വന്നതല്ല. അവർക്ക് നല്ല പരിചയമുള്ള ഒരാളെ അവർക്കിടയിൽ ജീവിച്ചു വളർന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തതുപോലെ അവർക്കിടയിൽ വളർന്ന ഒരാളെയാണ്, ആ നാട്ടുകാരനെ തന്നെയാണ് അള്ളാഹു അവർക്ക് പ്രവാചകനായി തിരഞ്ഞെടുത്തത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രബോധനം എന്തായിരുന്നു? ഖാല യാ ഖൗമി ഉബ്ദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറ. ശുഐബ് നബി അലൈഹിസ്സലാം അവിടുത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തിട്ട് അവരുടെ മുമ്പിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ കാര്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ നമുക്ക് എടുത്തു പറഞ്ഞിരുന്നത്. അതിലൊന്ന് അഖീദ തന്നെയാണ്. ഏതൊരു പ്രവാചകൻ്റെയും അടിസ്ഥാനപരമായ പ്രബോധന വിഷയം അഖീദയാണ്. അഖീദ എന്ന് പറഞ്ഞാൽ തെറ്റുപറ്റാൻ പാടില്ലാത്ത, ഇളകാത്ത, ഇംഗ്ലീഷിൽ
ഫെയ്ത്ത് ബിലീവ് എന്നൊക്കെ പറയും പൊതുവെ വിശ്വാസത്തിന്. പക്ഷേ പിന്നെ അഖീദക്ക് സാധാരണ അത് ഉപയോഗിക്കാറില്ല. എന്താ നജീബ് പറയാ? ഡെക്ടൂർന്ന് എന്താ ഡോക്ട്രിൻ. ഈ വേർഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഡോക്ട്രിനും ഫെയ്ത്തും ബിലീവ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്തും ബിലീവും അതിങ്ങനെ ഓരോരുത്തരെ അനുസരിച്ച് അതിങ്ങനെ മാറാം, ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഡോക്ട്രിൻ എന്ന് പറഞ്ഞാൽ സ്ഥലകാല വ്യത്യാസമില്ലാതെ ഒരു കാലത്തും മാറാത്ത ആശയമാണ്. അതാണ് അഖീദ. എല്ലാ പ്രവാചകന്മാരും ആദ്യം മനുഷ്യരെ ബിൽഡപ്പ് ചെയ്തത് അഖീദൻ്റെ മുകളിലാണ്. വിശ്വാസമാണ്. മനുഷ്യൻ എന്തിന് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അവൻ്റെ യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഷുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ പ്രബോധന ദൗത്യം അള്ളാഹു ഏൽപ്പിക്കുമ്പോൾ അവിടുത്തെ ആളുകളും അഖീദയിൽ തെറ്റ് സംഭവിച്ചവരായിരുന്നു, വഴിപിയച്ചു പോയവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ശിർക്ക് ചെയ്യുന്നവരായിരുന്നു. ഐക്കത്ത് എന്ന് പറയുന്ന ഒരു ചെടിയെ അല്ലെങ്കിൽ ഒരു വൃക്ഷത്തെയാണ് അവർ ആരാധിച്ചിരുന്നത്. അസ്ഹാബുൽ ഐക്കത്ത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു പക്ഷേ അവരുടെ മുൻഗാമികൾ ആരെങ്കിലും ബഹുമാനിച്ചിരുന്ന ഒരു ചെടിയോ അല്ലെങ്കിൽ മരമായിരിക്കാം, അതിനാണ് അവർ ആരാധിച്ചത്. അവിടെയാണ് ആദ്യം ഷുഐബ് നബി അലൈഹിസ്സലാം കൈവച്ചത്. അവരോട് പറഞ്ഞു എന്തെന്ന്? യാ ഖൗമി ഉഅ്ബുദുല്ലാഹ മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറ. അല്ലാഹുവല്ലാതെ, എൻ്റെ സമൂഹമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. അള്ളാഹുവല്ലാതെ ഒരു ആരാധ്യനും നിങ്ങൾക്കില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു റബ്ബുമില്ലെന്നല്ല ഒരു പ്രവാചകനും പഠിപ്പിക്കുന്നത്, ഇലാഹില്ലെന്നതാണ്. കാരണം റബ്ബ് എന്ന വിഷയത്തിൽ ഞങ്ങളെ രക്ഷിക്കുന്ന രക്ഷിതാവ്, ഒരു രക്ഷിതാവ്, സൃഷ്ടാവ്, ആ വിഷയത്തിലൊക്കെ മനുഷ്യരൊക്കെ ഏകദേശം ഒരു ധാരണയിലാണ്. പക്ഷേ പ്രാക്ടിക്കലി ആരാധനയിലേക്ക് വരുമ്പോൾ അവർ പലതിനെയും ആരാധിക്കുന്നു. ആരെയാണോ ആരാധിക്കുന്നത് അതാണ് ഇലാഹ്. അപ്പോൾ ആരാധിക്കേണ്ടവൻ ആരാണ്? ഇലാഹ് ആർക്കും ആവാം, പക്ഷേ റിയൽ ഇലാഹ് അത് അല്ലാഹ് മാത്രമേ ഉള്ളൂ. അതാണ് മാലക്കും മിൻ ഇലാഹിൻ ഗൈറു. അല്ലാഹു അല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ഇലാഹില്ല. ഖദ് ജാഅതുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും. ഇതിന് അദ്ദേഹം അവരോട് പറഞ്ഞ തെളിവെന്താണ്? ഇത് പറയാൻ ഞാൻ യോഗ്യനാണ്, ഞാൻ വെറുതെ പറയല്ല, എനിക്ക് അതിന് ഉപോത്ബലകമായ വ്യക്തമായ തെളിവുകൾ എൻ്റെ കയ്യിൽ വന്നു കിട്ടിയിട്ടുണ്ട്. അഥവാ അള്ളാഹുവിൻ്റെ മാർഗദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവരുടെ സാമൂഹ്യ ജീവിതത്തെയാണ് പിന്നെ സ്പർശിക്കുന്നത്. എന്താണ് സാമൂഹ്യ ജീവിതം? ആ സാമൂഹ്യ ജീവിതത്തിൽ ഏറ്റവും പ്രകടമായി നിന്ന ഒരു വൈകൃതമുണ്ടായിരുന്നു. എല്ലാ പ്രവാചകന്മാരും അവർ വന്ന കാലത്തെ സമൂഹത്തിൻ്റെ വിശ്വാസപരമായ പാളിച്ചകളെ തിരുത്തിയാൽ അവർ കൈവച്ചത് അവരിൽ ഏറ്റവും പ്രകടമായി ഉയർന്നു നിന്നിരുന്ന സാമൂഹ്യ വിപത്തിനെയായിരുന്നു. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം, ലൂത്ത് നബി അലൈഹി ഇസ്ലാം അവരെ പഠിപ്പിക്കുന്നത് സ്വർഗ്ഗരതിയെക്കുറിച്ചാണ്. എന്നാൽ ഷുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം എന്ന് പറയുന്നത് നല്ല കച്ചവട സാധ്യതകളുള്ള ഒരു നാടായിരുന്നു അത് എന്നതാണ്. പക്ഷേ അവിടെയുള്ള പ്രശ്നം, അവർ സാമ്പത്തികമായ വിഷയത്തിൽ കടുത്ത അനീതി കാണിച്ചവരായിരുന്നു. സാമ്പത്തികമായ കുറ്റകൃത്യമായിരുന്നു അവരുടെ ഹോബി. എങ്ങനെയൊക്കെയാണ് അവർ സാമ്പത്തിക കുറ്റകൃത്യം നടത്തിയത്? ഒന്ന്, അവർ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തും. രണ്ട്, ജനങ്ങൾക്ക് കൊടുക്കേണ്ട പല കാര്യങ്ങളും അവർ മിസ്സാക്കും. അവകാശങ്ങൾ കൊടുക്കൂല, സാധനങ്ങൾ കുറച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ അവർ ചെയ്യും. മൂന്നാമത്തേത്, അവരുടെ ഒരു സ്വഭാവം കയ്യൂക്ക് കാണിക്കുക. കച്ചവടം നല്ല സാമ്പത്തികമായും പിന്നെ കച്ചവടപരമായിട്ടൊക്കെ നല്ല പുഷ്ടിപ്പുള്ള ഒരു നാടെന്ന നിലയിൽ കയ്യൂക്കുള്ളവൻ ഒളിഞ്ഞിരുന്ന് വഴികളിലിരുന്ന് സാധാരണക്കാരനെ പിടിച്ചു പറിക്കുകയും ചൂഷണം ചെയ്യുകയും കുഴപ്പമുണ്ടാക്കുകയും പേടിപ്പിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എല്ലാ നിലക്കും സാമ്പത്തികമായ അക്രമത്തിലൂടെ സാമ്പത്തിക വളർച്ച നേടിയെടുക്കുന്നതിൽ ഒരു തരം ഹോബി കണ്ടെത്തിയിരുന്ന സമൂഹമായിരുന്നു അവർ. അവിടെ പ്രവാചകൻ അവരെ മതത്തിൻ്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ അവരെ എന്ത് ചെയ്തു? ഷുഐബ് നബി അലൈഹിസ്സലാം ഉണർത്തി. അവരോട് പറഞ്ഞു എന്തെന്ന്? ഖദ് ജാഅതുക്കും ബയ്യിനത്തും മിർ റബ്ബിക്കും ഫഔഫുൽ കൈല വൽ മീസാൻ. കണ്ടോ? അതുകൊണ്ട് ആദ്യം അവരോട് പറഞ്ഞത്, നിങ്ങൾ അളവിലും തൂക്കത്തിലും
പൂർണ്ണത നൽകണം, കുറയ്ക്കാൻ പാടില്ല. ഇങ്ങോട്ടെടുക്കുമ്പോൾ കൂട്ടിയെടുക്കുക, അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുക. അതിനെ ഖുർആൻ എതിർത്തിട്ടുണ്ട്. ഏത് കാലത്തും ഇസ്ലാം പഠിപ്പിച്ച മൂല്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട മേഖലയിൽ കാണിക്കുന്ന നീതി. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന സൂറത്ത് ഇറങ്ങുന്നത് അതുകൊണ്ട് അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവരോട് പറഞ്ഞു ഫഔഫുൽ കൈല വൽ മീസാൻ വലാ തബ്ഖസുന്നാസ അശ്യാഉഹും, മനുഷ്യന്മാർക്ക് അവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. തബ്ഖസുന്നാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൊടുക്കുക, അവരുടെ അവകാശങ്ങളെ കൊടുക്കേണ്ട വിധം കൊടുക്കാതെ നിൽക്കുക. അതേപോലെ തന്നെ അവരോട് പറഞ്ഞു വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയിൽ അള്ളാഹു അതിൻ്റെ നല്ല നിലയിൽ നിലനിർത്തിയതിന് ശേഷം നിങ്ങൾ അവിടെ കുഴപ്പമുണ്ടാക്കരുത്. ദാലിക്കും ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ, അതാണ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തമം. എന്നിട്ട് അവരിലെ മറ്റൊരു ദുസ്വഭാവത്തെ വളരെ നല്ല നിലയിൽ ശുഐബ് നബി അലൈഹിസ്സലാം അവരെ പഠിപ്പിക്കുകയാണ്. നമ്മൾ നോക്കണം, എത്ര നമ്മുടെ കണ്ണിൽ വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന, അതൊന്നും ഒരു എന്താ പറയുക, പ്രബോധന വിഷയമാക്കേണ്ടതില്ലെന്ന് തോന്നുന്ന, എന്നാൽ സാമൂഹികമായി വലിയ പരിക്കുകൾ ഉണ്ടാക്കുന്ന മേഖല, അവിടെ മുഅ്മിനീങ്ങളെ അല്ലെങ്കിൽ പരലോകത്തുള്ള ആളുകളുടെ ഒരു വിജയം മാത്രമല്ല പ്രവാചകന്മാർ അവിടെ എന്ത് ചെയ്യുന്നത്, ലക്ഷ്യം വെക്കുന്നത്. മൊത്തത്തിൽ മനുഷ്യർ ജീവിക്കുന്നിടത്ത് സമാധാനവും നീതിയും എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. അത് സ്ഥാപിച്ചു കൊടുക്കാനും കൂടി പ്രവാചകന്മാർ അവരുടെ വിലപ്പെട്ട സമയം മതപ്രബോധനത്തിൻ്റെ ഭാഗമായി തന്നെ നിർവഹിച്ചിട്ടുണ്ട്. നോക്കുക നിങ്ങൾ, അതുകൊണ്ടാണ് മതപ്രബോധകന്മാരെ, പ്രവാചകന്മാരെ നിരസിക്കുക എന്ന് പറയുന്നത് എല്ലാ വിഭാഗം മനുഷ്യന്മാർക്കും നഷ്ടം ഉണ്ടാക്കുക. അപ്പം നമ്മുടെ നാട്ടിലില്ലേ, എന്താണ് സദാചാര പോലീസുകാർ എന്ന് പറയും. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അപ്പം അവിടെ എന്തു പറയും, എന്തെങ്കിലും ഒരു ധാർമ്മികമായ തകരാറുകളെ ഇളക്കി വിട്ടാൽ അല്ലെങ്കിൽ എതിർത്താൽ അപ്പം സദാചാര പോലീസ് ആവുകയാണോ എന്ന് ചോദിക്കും. കുട്ടികൾ ചോദിക്കും, പെൺകുട്ടികൾ ചോദിക്കും, കോളേജ് കുട്ടികൾ ചോദിക്കും, സ്റ്റാഫ് ചോദിക്കും. പൊതുസമൂഹത്തിന് ഇതൊക്കെ വേണം. പക്ഷേ പരിക്കുകൾ ഉണ്ടാകുമ്പോഴോ, ഇപ്പം നിങ്ങൾക്കറിയാം, ഇന്നലെ ഒരു കുട്ടി നമ്മളെ നാട്ടിൽ ഈ 2 ദിവസം മുമ്പ് കാജാക്കിസ്ഥാനിലെ ഉസ്ബെക്കിസ്ഥാനിലെ മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടിയെ തൻ്റെ സഹപാഠി ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചു കൊന്നു എന്നതാണ് ആദ്യം കിട്ടിയ റിപ്പോർട്ടാണ്. പക്ഷേ പുറത്ത് നമ്മളെ നാട്ടിലേക്ക് അത് വന്ന് ആ കേസിനൊക്കെ ഒരു എരുണ്ടാവേണ്ടത് കൊണ്ടാണ് കൊല്ലപ്പെട്ടത് അമുസ്ലിം കുട്ടിയും കൊന്നത് മുസ്ലിം പേരുള്ള കുട്ടിയുമാണ്. അപ്പോൾ അവിടെ ഇന്നലെ വന്ന പുതിയ റിപ്പോർട്ട്, അവിടെ പോയി വന്ന ആ കുട്ടിയുടെ റിലേറ്റീവ് പറയുന്നത് ഈ കുട്ടിയെ കൺവേർട്ട് ചെയ്യാൻ ഈ കുട്ടി നിരന്തരം ശ്രമിച്ചിരുന്നു. അങ്ങനെ അവരുടെ സുഹൃത്തുക്കൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനും അത് ഞങ്ങളോട് പറഞ്ഞു. നാട്ടിലാകുമ്പോൾ നല്ല മാർക്കറ്റുള്ള സംഗതിയാണല്ലോ ഇത്, അതായത് മതപരിവർത്തനം. പക്ഷെ അവിടെ ജീവിക്കുന്ന കുട്ടികളുടെയൊക്കെ അവസ്ഥ അദ്ദേഹം പറയുന്നുണ്ട്. ഒരൊറ്റ ബിൽഡിങ്ങിൽ ഒരു ഫ്ലോറിൽ ആൺകുട്ടികൾ, അടുത്ത ഫ്ലോറിൽ പെൺകുട്ടികൾ, അടുത്ത ഫ്ലോറിൽ ആൺകുട്ടികൾ, അടുത്ത ഫ്ലോറിൽ പെൺകുട്ടികൾ. എവിടെയും ധാർമ്മികമായ യാതൊരു മറകളുമില്ലാതെയാണ് നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഒരു പരിക്കുണ്ടാകുമ്പോൾ നമ്മളൊക്കെ കണ്ണുറക്കുന്നു. പരിക്കുണ്ടാകുമ്പോൾ കണ്ണു തുറക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. പ്രവാചകന്മാർ അവരോട് പറയണം, നോക്കി നിങ്ങൾ ഈ വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വലാ തഖഉദു ബികുല്ലി സുറാത്തിൻ തുഇദൂന വതസുദ്ദൂന അൻ സബീലില്ലാഹ്. ഈ ശുഐബ് നബി അവിടുത്തെ ആളുകളോട് പറയണേ, നിങ്ങൾ ഈ വഴിയോരങ്ങളിൽ പാർത്ത് കിടക്കാൻ പാടില്ല. വഴിയോരങ്ങളിൽ പാർത്ത് കിടക്കാൻ പാടില്ല. എന്തിന്? എന്നിട്ട് എന്താ അവർക്ക് പടി? തുഇദൂന, ആളുകളെ പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക. എന്നിട്ട് അവരുടെ കയ്യിലുള്ള പൈസയും സമ്പത്തും അല്ലെങ്കിൽ കച്ചവട സാധനങ്ങളോ പുരയിലേക്ക് കൊണ്ടുവന്ന അരിയോ ഒക്കെ പിടിച്ചു വാങ്ങുക. അങ്ങനെയുള്ള ഒരു അക്രമ സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ വതസുദ്ദൂന അൻ സബീലില്ലാഹ്. ഇപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാം അവിടെ പ്രബോധനം നടത്തുകയാണ്. അപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാമിൻ്റെ മതത്തെക്കുറിച്ചും അവിടുത്തെ മൂല്യങ്ങളെക്കുറിച്ചും അതിൻ്റെ വിശ്വാസവിശുദ്ധിയെക്കുറിച്ചും ആളുകൾക്കിടയിൽ ഇങ്ങനെ കേട്ടുകേൾവികളുണ്ട്. പലരും ശുഐബ് നബിയെ, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലർ അതിനെ വിശ്വസിക്കണം, അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ വിചാരിക്കുന്ന ആളുകൾക്കിടയിൽ റൂമർ ഉണ്ടാക്കിയിട്ട്, അവിടെ കുപ്രചരണങ്ങൾ ഉണ്ടാക്കിയിട്ട് അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് അവരെ തടയുക. അത് പ്രത്യേകം ശുഐബ് നബി അലൈഹി സ്വലാം അവരോട് എടുത്തു പറഞ്ഞു. എന്തെന്ന്? അവർ കൽപ്പിച്ചു കൂട്ടി ചെയ്യുന്ന ഒരു സ്വഭാവമായിരുന്നു അത്. വലാ തഖഉദു ബികുല്ലി സിറാത്തിൻ തുഇദൂന വതസുദ്ദൂന അൻ സബീലില്ലാഹ് മൻ ആമന ബിഹി വതബ്ഗൂനഹാ ഇവജൻ. എന്നിട്ട് അവരോട് പറഞ്ഞു, അള്ളാഹിൻ്റെ മാർഗത്തിൽ
അള്ളാഹുവിൽ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ ആ മാർഗത്തിൽ നിന്ന് തടയുന്ന ഏർപ്പാട് അത് നിങ്ങൾ ചെയ്യരുത്. അവർ തെറ്റിപ്പോകാൻ വേണ്ടി ഇതാണ് അവരോട് പറഞ്ഞത്. എന്താണെന്നറിയോ? നിങ്ങൾ ഓർമ്മിക്കേണ്ടത് ഇത് കുന്തും ഖലീലൻ ഫകസ്സറകും വൻദുറു കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. അവർക്ക് അല്ലാഹ് ചെയ്തു കൊടുത്ത നിഅമത്തുകൾ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പലപ്പോഴും എന്ത് പറയാറുണ്ട്? ഖതീബുൽ അംബിയാ എന്ന് ഒരു പ്രയോഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ശുഐബ് നബിയെ കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ അദ്ദേഹം ഖതീബുൽ അംബിയ ആണ്. ഹദീസ് പൂർണ്ണമായി ഒരു സഹീഹായി വന്നിട്ടില്ല എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാലും ഇദ്ദേഹത്തിൻ്റെ ഫസാഹത്ത്, ആളുകളോടുള്ള സംവാദിക്കാനുള്ള കഴിവ് വളരെ ആകർഷണീയമായി ഭൗതികമായി മനുഷ്യരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ അവരുമായി ശുഐബ് നബി സംവദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കണമെന്ന് പറഞ്ഞു. നിങ്ങൾ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അള്ളാഹു നിങ്ങളെ ഒരുപാട് വർധനവ് നൽകി. അപ്പോൾ അതൊരു മാൻ പവർ, പോപ്പുലേഷൻ വർദ്ധിക്കുക എന്നുള്ളത് ശരിക്കും അള്ളാഹു നൽകുന്ന സമൂഹത്തിന് നൽകുന്ന ഒരു പവറാണ്. നമ്മളത് ഭീഷണിയായിട്ടാണ് കാണുന്നത്. അത് ഇന്ന് ആ ധാരണ തെറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം പോപ്പുലേഷൻ ഭീഷണിയാണ് എന്ന് പഠിപ്പിച്ച സമൂഹങ്ങളൊക്കെ പോപ്പുലേഷനാണ് നമുക്ക് വേണ്ടത് എന്ന് തിരിച്ചു പറയുന്ന ഒരു കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു ചെയ്ത അനുഗ്രഹമായി അവരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ പോപ്പുലേഷൻ്റെ വർധനവ് അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹമാണ്. അങ്ങനെ ഒരു കാലഘട്ടം, നിങ്ങൾ കുറച്ചായിരുന്നത് പോലെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നിങ്ങൾ ഓർമ്മിക്കണം. വൻദുറു കൈഫ കാന ആഖിബത്തുൽ മുഫ്സിദീൻ. മുമ്പ് കഴിഞ്ഞു പോയ കുഴപ്പം ചെയ്ത ആളുകളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് അവരോട് പറയണേ, വൈൻ കാന ത്വായിഫത്തും മിൻകും ആമനു ബില്ലദീ ഉർസിൽതു ബിഹി. ഞാൻ അയക്കപ്പെട്ട സന്ദേശത്തിൽ നിങ്ങളിൽ നിന്നൊരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷേ വതായിഫത്തുൽ ലം യുഅ്മിനു, മറ്റൊരു വിഭാഗം വിശ്വസിക്കുന്നില്ല. എന്നാൽ നിങ്ങൾ കാത്തിരിക്കൂ, എന്ത് സംഭവിക്കും? ഫസ്ബിറു ഹത്താ യഹ്കുമല്ലാഹു ബൈനനാ വഹുവ ഖൈറുൽ ഹാക്കിമീൻ. അള്ളാഹു നമുക്കിടയിൽ വിധിക്കുന്നത് വരെ നിങ്ങൾ ക്ഷമിച്ചിരിക്കുക. ഇങ്ങനെ അദ്ദേഹം അവരെ ശരിക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രബോധനം ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ അവർ എല്ലാ നിലക്കും ഇതിൽ നിന്ന് തടയാനാണ് ശ്രമിച്ചത്. അവരുടെ അഖീദ ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ്റെ ഈമാനും ഒരു മനുഷ്യൻ്റെ സ്വഭാവവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നതാണ്. ചില ആളുകൾ ഭയങ്കര മുത്തദയ്യനായിരിക്കും, പക്ഷേ സാമ്പത്തിക മേഖലയിലോ ഭയങ്കര പൊളിയായിരിക്കും. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദീന് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക മേഖലയുമായി കണക്റ്റഡ് ആവാത്തത്? നമ്മുടെ നാട്ടിലുണ്ട് ചില ആളുകൾ ഭയങ്കര ഈശ്വര വിശ്വാസികളാണ്. സിനിമാ നടന്മാർ, സെലിബ്രിറ്റികളൊക്കെ ഭയങ്കര ഈശ്വര വിശ്വാസികൾ, ആരാധനയുടെ വിഷയത്തിൽ ഭയങ്കരമാണ്. പക്ഷേ ജീവിതത്തിൽ ശരിയും തെറ്റും, ഹലാലും ഹറാമും അവരുടെ ഈശ്വര വിശ്വാസവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ല. അതുപോലല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അഖീദയാണ്. അവൻ്റെ ആഹാരത്തെ നിയന്ത്രിക്കുന്നത്, അവൻ്റെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത്, അവൻ്റെ സമ്പത്തിനെ നിയന്ത്രിക്കുന്നത്. ഇവിടെ അഖീദ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ അഖ്ലാഖിനെ, സ്വഭാവത്തെ കൂട്ടിക്കൊണിപ്പിച്ചു, അവരുടെ സാമൂഹ്യ ജീവിതത്തെ കൂട്ടിയോജിപ്പിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹ് എന്ത് തന്നോ സഹോദരന്മാരെ, ഹലാലും ഹറാമും വളരെ പ്രധാനമായി ഒരു മുസ്ലിം ജീവിതത്തിൽ ഗൗനിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹു നിങ്ങൾക്ക് എന്താ തന്നത് അതാണ് ഏറ്റവും ഹൈറ്. അതെത്ര കുറവാണെങ്കിലും ശുഐബ് നബി അവരോട് പറഞ്ഞു. പൈസ അധികം ഉണ്ടാക്കാനാണ് അവർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്തത്, സുഖിച്ച് ജീവിക്കാനാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരെ ഓർമ്മിപ്പിച്ചത് എന്താണ്? ബഖിയത്തുല്ലാഹി ഖൈറുൽ ലക്കും ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ അള്ളാഹുവിൽ ശരിക്കും വിശ്വസിക്കുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾക്ക് ബാക്കിയാക്കിയതെന്തോ അതാ നിങ്ങൾക്ക് ഖൈറ്. അത് നമ്മുടെ ജീവിതത്തൊക്കെ നോക്കി നമുക്കറിയാം. അള്ളാഹ് നമുക്ക് ബാക്കിയാക്കി തരുന്നതെന്തോ, ഹലാലായ മാർഗത്തിൽ കിട്ടിയിട്ട് ബാക്കിയാവുന്നതെന്തോ അത് മാത്രമേ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ആത്യന്തികമായി ഉപകരിക്കുകയുള്ളൂ. എന്നിട്ട് പക്ഷേ ഈ നിലക്കെല്ലാം അവരോട് പറഞ്ഞു. മാത്രവുമല്ല അദ്ദേഹത്തെ അവർ വിമർശിച്ചു. ഞങ്ങളുടെ സാമ്പത്തിക ക്രയവിക്രയ സ്വാതന്ത്ര്യത്തിൽ നീ ഇടപെടുന്നത് എന്താ? അതാണ് അവർ ചോദിച്ചത്. നിന്റെ സദാചാര പോലീസ് ആവാൻ എന്താ നിന്നെ പ്രേരിപ്പിച്ചത്? നിന്റെ നമസ്കാരാണോ? അവരോട് നോക്കിയത് അങ്ങനെയാണ്. ആ താടിക്കാരൻ, അവൻ്റെ ആ താടിക്കാരൻ്റെ ആ വർത്താനം ഉണ്ടല്ലോ, ഓനാണ് ഇതിലൊക്കെ തടസ്സം. ഈ നമ്മുടെ ബിസിനസ് ശരിക്കും ഇന്നത്തെ കാലത്ത് ബിസിനസ് നടക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷെ ആകെ പ്രോബ്ലം എന്താ? നമ്മുടെ ഡയറക്ടർ ബോർഡിൽ ആ താടിക്കാരൻ, ഓനെ പറ്റില്ല കേട്ടോ. തീവ്രമാണ്. കാരണം എന്താ? ഓനെ എല്ലാ പലിശൻ്റെ കാര്യമൊക്കെ വരുന്നിടത്തിൽ, ചില അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നിടത്തിൽ എന്ത് ചെയ്യും? ഓൻ എപ്പോഴും ഉടക്ക് വെക്കും. അപ്പോൾ അവനെ പറ്റില്ല. അപ്പം മതമുള്ള ആളെ മാറ്റി നിർത്തുക, അങ്ങനെയുള്ള ഒരു ടെൻഡൻസി വരും. അപ്പം അവിടെയാണ്
അദ്ദേഹം ചോദിക്കുന്നുണ്ട് ആളുകളോട്, അദ്ദേഹത്തോട് അവർ ചോദിക്കുന്നുണ്ട്, നിന്റെ നമസ്കാരമാണോ ഞങ്ങളെ മാതാപിതാക്കളുടെ ആരാധ്യന്മാരുടെ വിഷയത്തിലും ഞങ്ങളെ സമ്പത്തിൽ ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിനും നീ തടസ്സം പറയുന്നത്? പക്ഷേ അദ്ദേഹം അവരോട് തിരിച്ചു പറഞ്ഞെന്തറിയോ, ഞാൻ നിങ്ങളോടൊരു നന്മ കൽപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ നിങ്ങളോട് നല്ലത് ചെയ്യണമെന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കി, ഒരിക്കലും ഞാൻ നിങ്ങളോട് പറയുന്ന മൂല്യങ്ങൾക്കെതിരായി ഒരിക്കലും ഞാൻ പ്രവർത്തിക്കുന്നില്ല. ഇത് ഓരോ മുഅ്മിനിൻ്റെയും ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ജനങ്ങളോട് മുസ്ലിം എന്ന നിലയിൽ പലതും പറയും, ആളുകളോട് പറയും നമ്മളിങ്ങനെ കള്ളു കുടിക്കാറില്ല, ഞങ്ങളിങ്ങനെയൊക്കെയാണ്, ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അവരത് കാണുമ്പോഴാണ് അവർ ചോദിക്കുക, അവൻ എന്താ പറയുക, എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമിൽ ഇങ്ങനെയൊക്കെയാണ്, ആണും പെണ്ണും തമ്മിൽ ഇടപഴകുന്നതിന് എന്തുണ്ട്, ലിമിറ്റുണ്ട്. പലിശ വാങ്ങുന്നതിന് ലിമിറ്റുണ്ട്. പിന്നെ ശരിയായ രീതിയിലല്ലാതെ സാമ്പത്തിക സോഴ്സുകൾ ഉണ്ടാക്കുന്നതിന് ലിമിറ്റുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അതിന് ബാക്കിയുണ്ടാവില്ല, അത് പാടില്ല. മറിച്ച് അദ്ദേഹം എന്തെന്നാ പറയുന്നതെന്നറിയോ, ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിൻ റബ്ബി. നിങ്ങൾ നോക്കൂ, ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വറസഖനി മിൻഹു റിസ്ഖൻ ഹസന, എൻ്റെ റബ്ബ് എനിക്ക് നല്ല ഉപജീവനം നൽകിയിട്ടുണ്ട്. കണ്ട, നല്ല ഉപജീവനം നൽകിയിട്ടുണ്ട്. ഇവമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു. ഒരു പ്രബോധകന്മാരായ നമ്മൾ പഠിക്കേണ്ട കാര്യം ഇത്. നമ്മൾ ജനങ്ങളെ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതം കൊണ്ട് എങ്ങനെയാണ് മറ്റ് മുസ്ലിങ്ങളല്ലാത്ത, ഇസ്ലാമിലേക്ക് അടുത്തു വന്നിട്ടില്ലാത്ത ആളുകളുമായി ഇടപഴകുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട, ഉയർത്തിക്കാണിക്കേണ്ട മൂല്യങ്ങളാണിത്. ഒന്ന്, ഞാൻ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. പ്രമാണം നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ പ്രമാണത്തെക്കുറിച്ച് അറിവുണ്ടാവണം. രണ്ടാമത്തത്, എനിക്കെൻ്റെ റബ്ബ് നൽകിയ ജീവിത വ്യവഹാരങ്ങളിൽ ഞാൻ സംതൃപ്തനാണ്. ആ കോൺഫിഡൻസ്, ആ ഒരു ഇതുണ്ടല്ലോ, ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് നമ്മൾ കാണിക്കണം. സദാസമയവും പരാതി, എത്ര പ്രൊമോഷൻ കിട്ടിയാലും എത്ര വലിയ ഇൻക്രിമെൻ്റ് ഉണ്ടായാലും നമ്മുടെ പരാതി തീരില്ല, കംപ്ലൈൻറ്റ്. നിങ്ങൾ നോക്കി, അറബികൾ നിങ്ങൾ നോക്കി, എന്ത് പറഞ്ഞാലും എന്ത് പ്രയാസം ഉണ്ടാക്കിയാലും അവർ പറയുന്നത് അൽഹംദുലില്ലാ അലാ കുല്ലി ഖൈർ, അൽഹംദുലില്ലാ അലാ ഖൈർ, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ ഖൈർ. ഒരു പ്രശ്നം, ഒരു കടത്ത് കുടുങ്ങി, അല്ലെ ഒരു നഷ്ടം വന്നു, അപ്പോൾ അവർ പറയുന്നതെന്നാ അൽഹംദുലില്ലാ ഖൈർ. നമ്മളോ നേരെ മറിച്ച പറയാ. ആ സംതൃപ്തി ഉണ്ടല്ലോ, അല്ലാഹ് എനിക്ക് എന്ത് നൽകിയോ അതിൽ ഞാൻ സംതൃപ്തനാണ്. അത് പറയാനുള്ള ഒരു കോൺഫിഡൻ്റ് ആ ശുഐബ് നബി അലൈഹിസ്സലാം അവരെ പഠിപ്പിച്ചത്. ഒന്ന്, ഞാൻ എൻ്റെ കയ്യിൽ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. രണ്ട്, വറസഖനി മിൻഹു റിസ്ഖൻ ഹസന. മൂന്ന്, വമാ ഉരീദു അൻ ഉഖാലിഫക്കും ഇലാ മാ അൻഹാക്കും അൻഹു. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചെയ്യരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് വിരുദ്ധമായി ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അത് പറയാനുള്ള ഒരു കോൺഫിഡൻറ്റ് നമുക്കുണ്ടാവണം. അവിടേക്കാണ് ഒരു മുസ്ലിം വളരേണ്ടത്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ, അസ്തിത്വ പ്രതിസന്ധിയുടെ ഒക്കെ പ്രധാന കാരണം എന്താണ്? നമ്മളിൽ ഈ മതത്തിൻ്റെ ക്വാളിറ്റി ചോർന്നു പോയിട്ടുണ്ട്. നമ്മുടെ ഈ പേരും അടയാളങ്ങളും ഒക്കെ ഉള്ളൂ നമ്മളിൽ, ബാക്കി ക്വാളിറ്റി കുറവാണ്. അല്ലെങ്കിൽ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നിടത്ത് നമുക്ക് പലപ്പോഴും വീഴ്ചകൾ, കോംപ്രമൈസ് ആകുന്നു. ഇവിടെ തന്നെ നിങ്ങൾ നോക്കി, നൂഹ് നബി അലൈഹിസ്സലാം അവരെന്തെല്ലാം എതിർപ്പുകളും പിന്നെ തടസ്സങ്ങളും പറഞ്ഞപ്പോഴും അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുവരും, ഞങ്ങളെ മില്ലത്തിലേക്ക് മടങ്ങി വന്നോ, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ നാട്ടിൽ നിന്ന് പുറത്താക്കും. അപ്പോൾ ശുഐബ് നബി അലൈഹിസ്സലാമും സമൂഹവും അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇതിനെ ഞങ്ങൾ പൂർണ്ണമായി വെറുക്കുന്നുവെങ്കിലോ, അതായത് ഞങ്ങൾ വെറുക്കുന്നു, അതായത് തൗഹീദിന് വിരുദ്ധമായ ശിർക്കിനോടും സാമ്പത്തിക കുറ്റകൃത്യങ്ങളോടൊന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസും ഇല്ല. എല്ലാ ഭീഷണികളുടെയും മുമ്പിൽ മൂല്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. ഇത് ശുഐബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം ശുഐബ് നബി അവർക്ക് ഒരുപാട് താക്കീതുകൾ നൽകി, ഉപദേശങ്ങൾ നൽകി, തെളിവുകൾ നൽകി. പക്ഷേ അതിനെയൊക്കെ എന്തു ചെയ്തു? തള്ളിപ്പുറത്താക്കി. അപ്പോൾ പിന്നെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. എല്ലാ കാര്യത്തിൻ്റെയും പര്യവസാനം പോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും സത്യത്തിൻ്റെ ആളുകളെ രക്ഷപ്പെടുത്തുകയും മറ്റുള്ള ആളുകളെ അള്ളാഹു നശിപ്പിക്കുകയും ചെയ്തു. അതാണ് ഞാൻ ലാസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലമ്മാ ജാഅ അംറുനാ നജ്ജൈനാ ശുഐബൻ, നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബ് നബിയെയും വല്ലദീന ആമനു മഅഹു, അവരുടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള വിശ്വാസികളെയും ബിറഹ്മത്തിൻ മിന്നാ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കാരുണ്യം കൊണ്ട് രക്ഷപ്പെടുത്തി. വ അഖദത്തില്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവരെ അള്ളാഹു പിടികൂടി. ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, വലമുസൈഹത്ത്, ഒരു ഇടിനാദം കൊണ്ട് അവരെ പിടികൂടി. ഫഅസ്ബഹു ഫീ ദിയാരിഹിം ജാസിമീൻ, അങ്ങനെ അവരുടെ വീടുകളിലൊക്കെ അവർ ചത്തലച്ച് വീണ് കിടക്കുന്നതായി. 3 സൂറത്തിൽ 3 ശിക്ഷകളെക്കുറിച്ചാണ് പറഞ്ഞത്. ഒരു സൂറത്തിൽ വല്ലത്ത്, ഒരു കാർമേഘം കൊടുത്തു, വേറൊന്നിൽ ഒരു ഇടിനാദമുണ്ടായി, വേറൊന്നിൽ ലജ്ജത്ത്, ഒരു പിന്നെ ഭൂമിയിൽ നിന്നുള്ള ഒരു ഒച്ച ഉണ്ടായി, അവരെ അങ്ങനെ അള്ളാഹു നശിപ്പിച്ചു. ഇതെല്ലാം ഒന്നിനു ശേഷം ഒന്നിനോടനുബന്ധമായി ഉണ്ടായ ഒരേ ശിക്ഷകളുടെ 3 രീതികളാണ്. ആ അർത്ഥത്തിൽ പൂർണ്ണമായി ശുഐബ് നബിയിൽ വിശ്വസിക്കാത്ത, അദ്ദേഹത്തിൻ്റെ പ്രബോധനത്തെ നിരസിച്ച ആളുകളെ ചരിത്രത്തിന് എന്നും കാണാൻ കഴിയുന്ന വിധത്തിൽ അള്ളാഹു നശിപ്പിച്ചു. സഹോദരന്മാരെ, ഇതെന്തിനാണ് ഇന്നും നമ്മൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ ബയ്യിനത്ത്, അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹിൻ്റെ ദീന്, അതിൻ്റെ അധ്യാപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എപ്പോൾ നാം അതിനെ കൈവിടുന്നുവോ ആ നേരത്ത് അള്ളാഹു നമ്മളെ കൈവിടും. എപ്പോൾ നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നുവോ ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശ്വാസികളായ ദാസന്മാരെ സംരക്ഷിക്കുന്നതിൽ കഴിവുള്ളവനാണ്. അവനെ പരാജയപ്പെടുത്താൻ ഭരണകൂടങ്ങൾക്കോ അവരുടെ സംവിധാനങ്ങൾക്കോ ഒരു ബഹുഭൂരിപക്ഷ ആൾക്കൂട്ടത്തിനോ സാധിക്കുകയില്ലെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് എന്നും ഈ ഒരു ശുഭാപ്തി വിശ്വാസവും യഖീനും നമ്മൾക്കുണ്ടാവണം. അതിനു വേണ്ടിയാണ് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഓരോന്നും അള്ളാഹു നമ്മുടെ ഖുർആനിൽ ആവർത്തിച്ച് വായിക്കുന്ന വിധം അള്ളാഹു അത് ഉൾക്കൊള്ളിച്ചത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.